വൈസ് പ്രസിഡന്റിനൊപ്പം ഇദ്ദേഹം ഒരു വേദിയിലിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. എന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു, അഖിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കാത്തതിന്റെ കാരണം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ച് അതിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളാൻ പറഞ്ഞ മനുഷ്യനാണ്. പലപ്പോഴായി പലർക്ക് വേണ്ടിയും നിശബ്ദനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അപഹസിക്കാം, പരിഹസിക്കാം, പക്ഷെ ഈ മനുഷ്യനെ ഒരിക്കലും നിങ്ങൾക്ക് ജനഹൃദയങ്ങളിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. അത്രയേറെ നന്മയുള്ള, അത്രയേറെ എനിക്ക് പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്ക്, നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ ഞാൻ ഈ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടി അഖിലിന് പിന്തുണ നൽകുന്നു എന്നറിയുന്നത് വലിയ സന്തോഷമാണ്. ഞാൻ ഏതാണ്ട് 48 മണ്ഡലങ്ങളിൽ പര്യടനം, പ്രചരണമൊക്കെ കഴിഞ്ഞ് അവസാന നിമിഷമാണ് ഇവിടെ എത്താൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു വരവോടുകൂടി മാത്രമാണ് എൻ്റെ പ്രചരണത്തിന് ഒരുപക്ഷെ ഒരു പൂർണ്ണത നേടാൻ സാധിക്കുന്നത്. മാറേണ്ടതെല്ലാം മാറിയേ പറ്റും. മാറ്റേണ്ടത് ജനങ്ങളാണ്. ആ ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇതിനു മുമ്പ് എത്രയോ തവണ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാറെന്ന് നമുക്ക് നിരവധി തവണ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യപത്രം, അഖിലിൻ്റെ പ്രവർത്തന പരിചയ സമ്പന്നത എല്ലാം നിങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ശബ്ദമുയർത്തുന്നതിന് വേണ്ടി നിങ്ങൾ അഖിലിനെ തൃക്കാക്കരയിൽ നിന്ന് ജയിപ്പിച്ചു കൊടുന്ന വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ അത് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കുവാൻ സാധിക്കൂ. മാറാത്തതൊന്നും ഉറച്ചു മാറില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ ഒരു ചെറിയ ആണിക്കല്ല് വകയാൽ മതി, മാറും. ആ മാറ്റം തൃക്കാക്കരയ്ക്കും വേണം. അഖിൽ മാരാർ തൃശ്ശൂരിൽ ഞാൻ അതുപോലെ വാഹന പ്രചരണത്തിനും അതുപോലെ തന്നെ പല മീറ്റിങ്ങുകൾക്കും പോകുമ്പോഴൊക്കെ ഒരു 10 തവണയെങ്കിലും അവിടുത്തെ തെരുവുകളിൽ എനിക്ക് വേണ്ടി വോട്ട് യാചിച്ച് നടക്കുന്ന അഖിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നിമിഷം, എൻ്റെ അവസാന നിമിഷം, നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ, ഇല്ലാത്ത സമയം, ഇല്ലാത്ത ആരോഗ്യം ഒക്കെ വെച്ചുകൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. തൃക്കാക്കര അതിനുള്ള ഒരു നന്ദി സൂചകമായിട്ട് വിജയം മാത്രം അഖിലിന് സമ്മാനിക്കണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. ചക്കയാണ് ചിഹ്നം. ഞാൻ ആദ്യമായിട്ടാണ് താമരക്കല്ലാതെ ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇതിപ്പോൾ BDJS വേണ്ടി 2016 അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷനിൽ ആദ്യമായിട്ടാണ്. കുന്നത്തുനാട് ഉണ്ട്, നമ്മുടെ സഹോദരൻ ജയിച്ചു വരണം. തൃപ്പൂണിത്തുറയിൽ നിന്ന് പ്രിയ സഹോദരൻ ജയിച്ചു വരണം. അങ്ങനെ 2020-ൻ്റെയും BDJS-ൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന് ഒരു ശബ്ദശക്തിയായി കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തപൂർണമായ ഭരണനിർവഹണം ചോദ്യം ചെയ്യാൻ പോലും നിയമസഭയിൽ ആരുമുണ്ടായില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്വർണത്തിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ അവിടുന്ന് സോണിയാഗാന്ധിയുടെ ഫോട്ടോ ഇടും, ഇവിടുന്ന് അങ്ങോട്ട് കടകംപള്ളിയുടെ ഫോട്ടോ ഇടും, ഉടനെ അവിടുന്ന് പിങ്കി മോളുടെ പടമിടും, രാഹുലിൻ്റെ പടമിടും, ഉടനെ വാസവൻ, മിനിസ്റ്റർ അടൂർ പ്രകാശ് ഇങ്ങനെ പടമിട്ട് കളിക്കും. നമ്മൾ ചീട്ടുകളിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ജോസും ജാക്കിയും ആസും പിന്നെ ജോക്കറയൊക്കെ ഇട്ടുള്ള ഒരു കളിയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ശോഭാ സുരേന്ദ്രൻ ഉറപ്പായിട്ടും ആ വംശത്തിൽപ്പെടുന്ന ഒരു ചീറ്റപ്പുലി തന്നെയാണ് അഖിൽ മാരാർ. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം അവിടെ ഉയർന്നേനെ. അത് അടുത്ത 5 വർഷം നിങ്ങൾ ഉറപ്പുവരുത്തണം. അക്കൂട്ടത്തിൽ പ്രിയ അഖിൽ മാരാർ ഉണ്ടാവണമെന്ന് മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അഖിലിനെ അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു അഖിലിനും. അഖിൽ MLA ആകാൻ കൂടുന്ന തൃക്കാക്കര മണ്ഡലത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം.